അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു മിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തായിരുന്നു. അവിടെ 6 മാസം പഠിക്കാനായിട്ട് 1,00,000 രൂപയോളമായി. അപ്പോൾ എങ്ങനെയെങ്കിലും ആ കാശുണ്ടാക്കി അവിടെ പോയി ഇരുന്ന് കഷ്ടപ്പെട്ട് 6 മാസം മുറക്കില്ലാണ്ട് വരെ പഠിച്ചു. എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഈ കഴിഞ്ഞ ജൂണിൽ പരീക്ഷ എഴുതി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു. കാരണം എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു, അത്യാവശ്യം എളുപ്പമായിരുന്നു. നല്ലോണം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പാസ്സാവും തന്നെയുള്ള ഒരു 100% ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വെറും 8 മാർക്കിന് ഞാൻ തോറ്റുപോയായിരുന്നു. 8 മാർക്കിന്. അന്ന് എനിക്കുണ്ടായ പ്രതീക്ഷകളും ഈ 6 വർഷത്തോളം ഞാൻ പുറത്തു പോയി പഠിച്ചതും വെറുതെ ആയിപ്പോയോ എന്നുള്ളൊരു തോന്നലുണ്ടായി. ആ സമയത്ത് എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത്, നീ പഠിച്ച് മാത്രം നിൻ്റെ പഠനം കൊണ്ട് മാത്രം പാസ്സാവേണ്ട പരീക്ഷയായിരുന്നെങ്കിൽ നീ പണ്ടേ പാസ്സായനെ. ഈ മെഡിസിൻ എന്നുള്ളൊരു ഫീൽഡിൽ നിനക്ക് എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവത്തിനോടുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഒപ്പം ദൈവത്തിൻ്റെ ഒരു കൃപയും വേണം എന്നാണ് പറഞ്ഞത്. അമ്മയുടെ ഈ ഒരു സംസാരം വെച്ചാൽ ആ ഒരു പറച്ചിൽ കേട്ടോടുകൂടി ശരി, വീണ്ടും ഇരുന്ന് ഞാൻ പഠിക്കാം, വീണ്ടും ഇരുന്ന് പ്രാർത്ഥനയോടുകൂടി പഠിക്കാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ വീണ്ടും ആ കോച്ചിങ് സെൻറ്ററിൽ വീണ്ടും 6 മാസത്തേക്ക് കാശ് കൊടുത്ത് കയറി നല്ലോണം കുത്തിയിരുന്ന് പഠിച്ചു തന്നെയാണ് വീണ്ടും പഠിക്കുന്നത്. എന്നാലും കുത്തിയിരുന്ന് പഠിച്ച്. പക്ഷേ ഈ തവണ എൻ്റെ ഒപ്പം പ്രാർത്ഥനയും കൂടി ഉണ്ടായി. പരമാവധി എല്ലാ ദിവസവും ഒരു 2 നന്മ പറഞ്ഞറിയെങ്കിൽ 2 നന്മ എന്ന് പറഞ്ഞെങ്കിലും ചൊല്ലിയിട്ടാണ് പ്രാർത്ഥന തുടങ്ങാറ്. പരമാവധി ഞായറാഴ്ചകളിലൊക്കെ കുർബാനയ്ക്ക് മുടക്കാണ്ട് പോകാൻ നോക്കും. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായതുകൊണ്ട് ചില ദിവസങ്ങളിൽ മുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷെ പരമാവധി പോകാൻ പറ്റുന്നിടത്തോളം പോയായിരുന്നു.